ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിനിടയിലാണ് അനുമോളോടുള്ള അനീഷിന്റെ വിവാഹ അഭ്യർത്ഥന വരുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അനീഷിനോടും അനുമോളോടും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇതേസമയം സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകൾ സജീവമാണ്. അനുമോളുടെ ജീവിതം വെച്ച് കളിക്കില്ലേ എന്ന അനുമോൾ ഫാൻസിന്റെ വാദങ്ങളും അനീഷിനെ ഇനിയും വേദനിപ്പിക്കില്ലേ എന്ന് അനീഷ് ഫാൻസിന്റെ പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. അനുമോളാണ് ഇത് തുടങ്ങിവെച്ചതെന്ന വാദങ്ങൾ ശക്തമാണ്. ഹാർട്ട് സിംബൽ കാണിച്ചും ഫ്ലൈയിങ് കിസ് കൊടുത്തും ഉൾപ്പെടെ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റമാണ് അനീഷിന്റെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം സൃഷ്ടിച്ചത് എന്ന് വാദിക്കുന്നവരുണ്ട്. അനുമോൾ ഈ ചെയ്തതെല്ലാം തമാശയ്ക്കാണ് എന്നാണെന്ന് അറിഞ്ഞിട്ടും അനീഷ് അത് തന്റെ ഗെയിമിന്റെ ഭാഗമായി ഉപയോഗിച്ചു എന്ന പ്രതികരണങ്ങളും വരുന്നുണ്ട്. അനുമോളോട് പ്രണയം തോന്നിയെന്ന് അനീഷ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് പറയുന്നുണ്ട്. തന്നോട് ഈ വിധം പെരുമാറിയതിനു ശേഷം തന്റെ വിവാഹാഭ്യർത്ഥന അനുമോൾ നിരസിക്കുമ്പോൾ അനീഷിന് അനുകൂലമായി പ്രേക്ഷകർ ചിന്തിക്കും എന്ന സ്ട്രാറ്റജിയാവാം ഒരുപക്ഷെ അനീഷ് പിന്തുടരുന്നത്. അനീഷ് വിവാഹാഭ്യർത്ഥന നടത്തിയതിനു ശേഷം അനീഷിനെ കുറിച്ച് ആദില പറയുന്ന വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ പലരും പങ്കുവയ്ക്കുന്നു. അനീഷിന് 40 വയസ്സുണ്ട്. 2 വർഷം കൂടി കഴിഞ്ഞാൽ 42 വയസ്സ്. എനിക്ക് വയ്യ ആദില എന്നാണ് അനുമോളിൽ നിന്ന് വന്ന പ്രതികരണങ്ങളിൽ ഒന്ന്. എന്റെ സങ്കല്പത്തിലുള്ള ആൾ അല്ല അനീഷ് എന്ന് അനുമോൾ പറയുന്നതിലൂടെ അനുമോളുടെ നിലപാട് വ്യക്തമാണ്. ആ ചാപ്റ്റർ അവസാനിച്ചു. ഇനി അതിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അനീഷിനും നിലപാട് വ്യക്തമാക്കി. അനീഷിന്റെ പ്രപ്പോസൽ വെച്ചായിരുന്നു അനുമോളുടെ ആ ദിവസത്തെ കണ്ടന്റ് മുഴുവനും വന്നത്. സീസൺ അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ വന്ന ഈ ട്വിസ്റ്റ് വോട്ട് നിലയിലും മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട്. ബിഗ് ബോസിൽ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെട്ട സൗഹൃദമായിരുന്നു ഷാനവാസിന്റെയും അനീഷിന്റെയും. സീസൺ അവസാന ദിവസത്തോടടുക്കുമ്പോൾ സ്ട്രാറ്റജികളുമായി എല്ലാ മത്സരാർത്ഥികളും പോര് കടുപ്പിക്കുകയാണ്. തെറ്റാണ് താൻ പറയുന്നതെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അനീഷ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് എന്ന നൂറയുടെ ചോദ്യത്തിന് ഷാനവാസ് നൽകുന്ന മറുപടി ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം കിച്ചണിലുണ്ടായ വഴക്കിൽ അനുമോൾക്കൊപ്പം അനീഷ് മാത്രമാണ് നിന്നത്. മറ്റു മത്സരാർത്ഥികളോടെല്ലാം അനുമോൾക്ക് വേണ്ടി അനീഷ് സംസാരിച്ചു. അനുമോളുമായി വഴക്കിട്ടതിന് പിന്നാലെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് അനീഷിന്റെ സ്വഭാവം എന്താണ് ഇങ്ങനെ ആയതെന്ന് ഷാനവാസിനോട് നൂറ ചോദിക്കുന്നത്. ഡിവോഴ്സുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും അനീഷിന് ട്രോമയായിട്ടുണ്ടാവുമെന്നാണ് ഷാനവാസ് നൽകുന്ന മറുപടി. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തനിക്ക് പോവണ്ട, ഇവിടെ താൻ ഹാപ്പിയാണ് എന്നാണ് എല്ലാ ദിവസവും അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഇപ്പോഴാണ് അവൻ ഹാപ്പിയായി വരുന്നതെന്നാണ്. ആദ്യം വന്ന അനീഷിൽ നിന്ന് ഇപ്പോഴത്തെ അനീഷിലേക്ക് എത്തിയപ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായെന്ന് നോക്കണമെന്നും ഷാനവാസ് നൂറയോട് പറഞ്ഞു. അതല്ലെങ്കിൽ കാണുന്നതെല്ലാം ഒരുപക്ഷെ അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. ഇതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നും ഷാനവാസ് ചൂണ്ടിക്കാണിക്കുന്നു. അനുമോളും അനീഷും തമ്മിലെ കോംബോ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ പിടിച്ചിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അനീഷിനോട് അനുമോളുടെ കാര്യവും ചോദിച്ചിരുന്നു. അനുമോളും അനീഷും തമ്മിലെ രസകരമായ നിമിഷങ്ങൾ ഹൗസിലുണ്ടായിരുന്നു. കിച്ചണിൽ ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലി അനുമോൾക്കെതിരെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും തിരിഞ്ഞപ്പോൾ അനുമോൾക്കൊപ്പം നിൽക്കുകയാണ് അനീഷ് ചെയ്തത്. അനുമോളുടെ ബെഡിൽ നെവിൻ വെള്ളമൊഴിച്ച സമയം അനുമോൾ സോഫയ്ക്ക് പിന്നാലെയാണ് കിടന്നത്. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.